ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ചൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ സന്തോഷകരമായ ഒരു വാർത്തകളാണിത്. അത് നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ 9.5 9.05% കേരളത്തിലെ ഇൻഫ്ലേഷൻ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇപ്പം 9.7 എന്നുള്ളൊരു സംഖ്യ ഇവിടെ കാണാം നമുക്ക്. പിന്നെ തമിഴ്നാട്ടിലെ വളരെ കുറവാണ് കേരളത്തെ അപേക്ഷിച്ച്. കേന്ദ്രത്തിൻ്റെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്, അല്ലെങ്കിൽ കണക്കുകൾ അനുസരിച്ചാണ്, സെപ്റ്റംബറിൽ കേരളത്തിൽ 9.05% വിലക്കയറ്റ തോത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നമ്മൾ ഇക്കണോമിക് ടേം ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വിലക്കയറ്റത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാളിലൊക്കെ വളരെ മുൻപിലാണ്. ഏത് സാധനവും എടുത്താൽ കൈകൊള്ളും എന്നുള്ളൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ദേശീയ തലത്തിൽ ഏകദേശം 1.54%. രണ്ടാം സ്ഥാനത്ത് ജമ്മു കാശ്മീർ, അതായത് 4.38%. മൂന്നാം സ്ഥാനത്ത് 3.33%. കർണാടക, പഞ്ചാബ് 3.06, തമിഴ്നാട് 2.77 എന്നിവയാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിൽ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്പർ 1 സ്പോട്ടാണ് ഇക്കാര്യത്തിൽ. അത് കഴിഞ്ഞ് ജമ്മു ആൻഡ് കാശ്മീരാണ് രണ്ടാം സ്ഥാനത്ത്, 4.38. പിന്നെ അതിനുശേഷം ബാക്കി ഉള്ള സംസ്ഥാനങ്ങൾ. മൂന്നാം സ്ഥാനത്ത് കർണാടക, പഞ്ചാബ്, തമിഴ്നാട് 4ഉം 5ഉം. അപ്പോൾ ഇക്കാര്യത്തിൽ കേരളം വളരെ മുൻപന്തിയിലാണ്. പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതാണ് ഈ പറഞ്ഞ ഇൻഫ്ലേഷന് കാരണം എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. കേരളത്തിൽ വില്ലേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലെ ഇൻഫ്ലേഷനാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. സെപ്റ്റംബറിൽ 9.94%. ഓഗസ്റ്റിൽ 10.5 നഗരങ്ങളിലെ വിലക്കയറ്റത്തെക്കാളിൽ ഓഗസ്റ്റിൽ 7.19 അത് 7.39%. നഗരങ്ങളിൽ, സിറ്റികളിൽ. ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ. 9.94 നിന്നും 10.5% ഓഗസ്റ്റിലുണ്ടായിരുന്നു. അത് സെപ്റ്റംബറിൽ 9.94 അല്പം കുറവുണ്ടെങ്കിൽ തന്നെയും കൂടുതലാണ് നിരക്ക്. 2025 ജാനുവരി മുതൽ പണപ്പെരുപ്പ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. 9ാമത്തെ മാസമാണ് തുടർച്ചയായിട്ട് കേരളം 1ാം സ്ഥാനം നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇൻഫ്ലേഷനിലെ ടോപ്പായിട്ട് നിൽക്കുന്ന സംസ്ഥാനം എന്ന പദവി 9 മാസം കൊണ്ട് നിലനിർത്തുകയാണ്. വരുന്ന വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കൂടുതലുള്ള വിലക്കയറ്റമാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുവെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം നമ്മളെല്ലാവരും പറയുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പണം എങ്ങനെയാണ് പെരുകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയുടെ സപ്ലൈ വളരെ കൂടുതലും ഫിസിക്കൽ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ അതിന് പ്രൊപ്പോർഷണേറ്റായിട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകും. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ കറൻസിയുടെ സപ്ലൈ വളരെ കൂടുതലായിരിക്കും. ഏതൊരു എക്കോണമിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ കറൻസിയുടെ അളവ് കൂടുതലും അതിന് പ്രൊപ്പോർഷനേറ്റായിട്ടുള്ള സാധനങ്ങളിലെ സേവനങ്ങളിലെ മൂല്യം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളുടെ വിലയിൽ ഈ ഒരു വർഷത്തിനിടെ ഉണ്ടായ വർധനവാണ് ഇവിടെ പണപ്പെരുപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. അവശ്യ വസ്തുക്കളുടെ വില കൂടുന്നുണ്ടല്ലോ പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സ് അറിയുന്ന ആൾക്കാരുടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയും എന്താ പണപ്പെരുപ്പം എന്താണെന്നും ഇൻഫ്ലേഷൻ എന്താണെന്നും ഇൻഫ്ലേഷന് കാരണക്കാരാണെന്നുള്ള കാര്യം. ഇൻഫ്ലേഷൻ ഒറ്റ കാരണം ഇൻഫ്ലേഷൻ കാരണം ഇൻഫ്ലേഷന് കാരണമാകുന്ന ഒരേ ഏജൻസി മാത്രമേ ഉള്ളൂ, അത് സ്റ്റേറ്റാണ്. ഇവിടുത്തെ സിറ്റിസൺസ് അല്ല, ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്നവരല്ല, ഇവിടുത്തെ പിന്നെ എന്താണ് പറയുന്നത്, മറ്റാൾക്കാരൊന്നുമല്ല ഇൻഫ്ലേഷന് കാരണം എന്നാണ്.
ഇൻഫ്ലേഷന് കാരണം സ്റ്റേറ്റാണ്, ഭരണകൂടമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ എത്രമാത്രം വർധന ഉണ്ടായി എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ കാണിക്കുന്നത്. താഴോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡീഫ്ലേഷൻ എന്നൊക്കെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് 9 മാസം കേരളം മുന്നിലാണെന്ന് പറഞ്ഞാൽ ജാനുവരി മുതൽ. അത് കേരളത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനാണ്. ജാനുവരിയിൽ 6.76 തുടങ്ങിയതാണ്. അത് 7.31, 6.59. ഇടയ്ക്ക് ഏപ്രിൽ മാസത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, 5.94. പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങളിൽ വളരെ കൂടുതലായിട്ടാണ് ഇവിടെ ഇൻഫ്ലേഷൻ റേറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഈ വിലക്കയറ്റം ഇത്രയും ഉണ്ടാകും എന്നുള്ളതിന് കാരണം പറയുന്നുണ്ട്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് പ്രതിനിധികളെ കണ്ടെത്തണ്ടേ. പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില ഉയർന്നാണ് കേരളത്തിൽ. കാരണം നമ്മളുടെ ഒരു മെയിൻ, കാരണം കേരളം ബേസിക്കലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ. ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ്. എന്നുവെച്ചാൽ കറൻസിയുടെ സപ്ലൈ കൂടുകയും ഉൽപ്പന്നങ്ങളുടെ മൂല്യം അതിനനുസരിച്ച് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാകും. ബേസിക് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി എത്രയാണോ അതിന് തത്തുല്യമായിട്ടുള്ള പ്രോഡക്ട്സും ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാകണം. പ്രോഡക്ട്സ് സർവീസ് ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ പ്രോഡക്ട്സ് എങ്കിലും ഉണ്ടാകണം, അതിന് മൂല്യം ഉണ്ടാകണം. ഇപ്പോൾ 100 രൂപയുടെ കറൻസി ഉണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഫിസിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാകണം. അപ്പോൾ ഈ കറൻസിയുടെ ക്വാണ്ടിറ്റി 100 എന്നുള്ളത് 101 കൂടുമ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ വാല്യൂ 100 തന്നെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചും കറൻസി 100-ൽ നിന്ന് 99-ലേക്ക് പോകുമ്പോൾ, അല്ല 95-ലേക്ക് പോവുകയാണ്. പക്ഷേ ഫിസിക്കൽ പ്രോഡക്ട്സിൻ്റെ വാല്യൂ ഈ പറഞ്ഞ 100 അല്ലെങ്കിൽ 101 ആകുമ്പോൾ അവിടെ ഡീഫ്ലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറഞ്ഞു, ഉപഭോഗം കൂടുതലുമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപഭോഗം കൂടുതലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൺസംഷൻ നടത്തണമെങ്കിൽ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസിങ് പവർ വേണം. അതിന് കറൻസി കൊടുത്തേ വരത്തുള്ളൂ, മണി കൊടുത്തേ വരത്തുള്ളൂ. പക്ഷേ ഉൽപ്പന്നങ്ങളുടെ മൂല്യം കുറവാണ് ഇവിടെ. ഉൽപ്പന്നങ്ങളുടെ മൂല്യം കുറവാണ്, ഉൽപ്പാദനം കുറവാണ് എല്ലാ മേഖലകളിലും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കൂടുതലാണ്. പ്രവാസികളിൽ നിന്നുള്ള പണം ഇല്ല, നമ്മൾ റെമിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ഏറെക്കുറെയൊക്കെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പം അക്കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. വിദേശത്തു നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫിൽ നിന്നുമൊക്കെയുള്ള ഈ പറഞ്ഞ റെമിറ്റൻസ് ആണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയുകയും കൺസംഷൻ കൂടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സമ്പദ് വ്യവസ്ഥയാണ് നമ്മളുടേത്. ഇവിടെ ഉൽപ്പാദനങ്ങൾ പൊതുവെ ഇല്ലല്ലോ. ആപ്പാടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, പിന്നെ വർഗീയത അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലേ. ശരിക്കും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയവും വർഗീയത മാത്രമേ ഉള്ളൂ. നമുക്ക് മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം കുറവായതുകൊണ്ട് കൺസംഷൻ കൂടുതലായതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനൊരു എക്കോസിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞൊരു പ്രശ്നം രൂക്ഷമാക്കാനുള്ള സാധ്യത അതിനോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് എപ്പോഴും ആശ്രയിക്കുന്നത്. കേരളം തമിഴ്നാടിനെയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അമിതമായി ആശ്രയിക്കുന്നുണ്ട് നമ്മൾ കൺസംഷന് വേണ്ടി. അപ്പം അത് ഈ കാർഷിക മേഖലയിലെ ഉൽപ്പാദനങ്ങൾ കൂട്ടാൻ പല കൈക്കറികളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴും നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളോടും. പ്രത്യേകിച്ച് തമിഴ്നാടിനെ പോലെ ഉള്ള സംസ്ഥാനത്തോട് നമുക്ക് അതിൻ്റെ അവർ പിന്നെ എത്തിച്ചേർന്നതിൻ്റെ ഒരു പകുതി ദൂരം പോലും കാർഷിക മേഖലയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുറമേ നിന്ന് നമ്മൾ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറില്ല. ഇമ്പോർട്ട് ചെയ്യാന്ന് ഇന്ത്യക്കകത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കണം, ഈ കയറ്റിയിറക്ക് കൂലി, നോക്കുകൂലി, ഇതുപോലുള്ള ചിലവുകളൊക്കെ തന്നെ
ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സാധനങ്ങളുടെ വില വളരെ കൂടുകയും ഇതൊരു ഹൈ കോസ്റ്റ് എക്കോണമി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റം അങ്ങനെയാണ്. അപ്പം അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി മണി വേണം. മണിയുടെ സർക്കുലേഷൻ കൂടുതൽ ഉണ്ടായിട്ടായിരിക്കാം. കാരണം ഇങ്ങനൊരു ഇക്കോസിസ്റ്റം നിലനിൽക്കുന്നതിന് വേണ്ടി കൂടുതൽ മണി സപ്ലൈ നടത്താൻ എങ്ങും സോഴ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കൺസംഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും എക്കോണമിയിലുള്ള അധിക മണി സപ്ലൈ ഈ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉൽപ്പാദനത്തെ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളൊരു അവസ്ഥ അവിടെ ഇല്ലാതാകും. ഉൽപ്പാദനം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കട്ടെ, ഇവിടെ കൺസ്യൂം ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഇവിടെ കുറവും കറൻസിയുടെ സർക്കുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നു. കാരണം അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വേതനം ഇവിടെ കിട്ടും, ഇല്ലേ? പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഇടത്തരക്കാർക്ക് ഇതൊരു പ്രശ്നമാണ്. അതിനേക്കാളും അതിലുപരി താഴെത്തട്ടിലുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, ഗിഗ് വർക്കേഴ്സ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് വരുമാനവും ക്ഷാമബത്തൊന്നും ഇല്ലാത്ത അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ തന്നെ അവരെയൊക്കെ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ വളരെ രൂക്ഷമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ഉപഭോഗ അസമത്വം, കൺസംഷനിലുള്ളൊരു ഇംബാലൻസ് ഇവിടെ ഉണ്ട്. കാരണം പ്രൈസ് റൈസ് ഉണ്ടാകുമ്പോൾ, വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വരുമാനം കുറഞ്ഞവരാണ്. തീർച്ചയായും അവർക്ക് അവശ്യ വസ്തുക്കൾ മേടിക്കണം. അതിന് തീർച്ചയായിട്ടും ഉയർന്ന തോതിലുള്ള നിരക്ക് അവർക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് അതിനെ അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അപ്പർ മിഡിൽ ക്ലാസ്സിനും അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിനും ഇതൊരു വിഷയമല്ല. ഇൻഫ്ലേഷൻ രാജ്യത്താണെങ്കിലും ശരി, നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ശരി, ഇൻഫ്ലേഷൻ ആയാലും മറ്റേത് തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥയായാലും ശരി, ഈ ക്ലാസ് ഓഫ് പീപ്പിളിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പക്ഷേ ലോവർ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, പിന്നെ ലോവർ ക്ലാസ്, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരെയൊക്കെ ഇത് വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷനിലെ മുൻ ഫാക്കൽറ്റി ആയിട്ടുള്ള ഡോക്ടർ ജോ സെബാസ്റ്റ്യൻ പറയുന്നത് ഇതൊരു സർക്കാർ സ്പോൺസറാണ് ഈ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അത് നമുക്കറിയാം. ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഗവൺമെൻറ് ആകെയുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ മൈലേജ്. അപ്പോൾ അതിനുവേണ്ടി അവർ ചില ഗിമിക്സ് കാണിക്കുന്നു എന്നല്ലാതെ ശരിക്കും കേരളം എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ശരിക്കുമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്കോണമിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഗവൺമെൻറ് താല്പര്യമല്ല. അതുകൊണ്ട് ഈ പണപ്പെരുപ്പം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇന്ന് അവശ്യ സാധനങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് മദ്യം, പിന്നെ പെട്രോൾ, ഇവയുടെയൊക്കെ നികുതി കുറയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ ഒരു പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. അതുപോലെ തന്നെ ലോട്ടറി വേണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ഗവൺമെൻറ് ഇതിനും തയ്യാറല്ല. കാരണം ഇതൊക്കെ വിറ്റാൽ മാത്രമേ ഗവൺമെൻറ് റവന്യൂ കിട്ടത്തുള്ളൂ. ഈ മൂന്ന് മേഖലകളിൽ നിന്നാണ് ഗവൺമെൻറ് 49% റവന്യൂ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് ഇത് വേണ്ടാന്ന് എങ്ങനെ വെക്കും? അല്ലെങ്കിൽ നികുതിനകത്ത് എങ്ങനെ കുറയ്ക്കും അവർ? പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പർ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ ഒന്നും ഇൻഫ്ലേഷൻ ഒരു വിഷയമല്ല. അവരുടെ ശതമാനം വളരെ കുറവാണ്. നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 30% വരുന്ന കാർഷിക മേഖലയിൽ, മത്സ്യബന്ധന മേഖലയിൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ഉയർന്ന വിലക്കയറ്റത്തെ മാനേജ് ചെയ്യാൻ തക്ക വരുമാനം അവരുടെ കൈകളിലില്ലാത്തതുകൊണ്ട് പണപ്പെരുപ്പ് അവരെ വല്ലാതെ ദോഷകരമായി ബാധിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് താല്പര്യമില്ല, ഗവൺമെൻറ് കഴിയുന്നുമില്ല എന്നാണ് ഈ പറഞ്ഞ ഒരു വ്യക്തി പറയുന്നത്. വിലക്കയറ്റത്തിന് ആനുപാതികമായിട്ട് വരുമാനം വർദ്ധിക്കണം, ഇല്ലേ? വരുമാനം വർദ്ധിക്കാനുള്ള
സ്കോപ്പ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കേരള എന്ന് പറയുന്ന എക്കോണമിയിലില്ല. കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഉയർന്ന വരുമാനം ലഭിക്കുന്ന മേഖലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് 10,000 രൂപയ്ക്കൊക്കെ തന്നെ മാസശമ്പളത്തിന് ജോലി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ്. അതിപ്പോൾ രാജ്യത്തായാലും കേരളത്തിലായാലും ഒരു ലോക്കൽ എക്കോണമിയിലായാലും റീജിയണൽ എക്കോണമിയിലായാലും എവിടെ ആയാലും പണപ്പെരുപ്പം കുറയണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടണം. മദ്യം, പെട്രോൾ, ഈ പറഞ്ഞ സാധന സാമഗ്രികളുടെ നികുതി കുറയ്ക്കുകയും വേണമെന്നാണ് ഈ പറഞ്ഞ ജോസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് പറയുന്നത്. മദ്യം, പെട്രോൾ ഇതിൻ്റെ നികുതി കുറച്ചാൽ ഇൻഫ്ലേഷൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലോജിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ എവിടെ ആയാലും ലോകത്ത് എവിടെ ആയാലും ഞാൻ പറഞ്ഞു ഉൽപ്പാദനത്തിൻ്റെ മൂല്യം കുറയുകയും കറൻസിയുടെ സർക്കുലേഷൻ കൂടുകയും ചെയ്യുമ്പോഴാണ് ഇൻഫ്ലേഷൻ ജനറലി ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ചെലവുകളെ നിയന്ത്രിക്കുക, അനാവശ്യമായിട്ടുള്ള കൺസംഷനെ ഒഴിവാക്കുക, ഇതൊക്കെ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഉൽപ്പാദനം കൂട്ടുക, ആഭ്യന്തര ഉൽപ്പാദനം സമസ്ത മേഖലകളുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആയാലും അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയാലും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അവശ്യ ഭക്ഷ്യ സാധനങ്ങളാണ്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. അഗ്രികൾച്ചർ, കൃഷി, അല്ലേ, അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഉൽപ്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സഫീഷ്യൻ്റായിട്ടുള്ള സപ്ലൈ ഉണ്ടാകും. അപ്പം അതിനനുസരിച്ചുള്ള മൂല്യം വർദ്ധിക്കും. അപ്പോൾ മൂല്യം വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉയർന്നു നിൽക്കുന്ന കറൻസിയുടെ ആ ഒരു അളവുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും എക്കോണമിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഈ പറഞ്ഞ 8-9 മാസമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് റാങ്കിങ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ. അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളിലൊക്കെ വളരെ മുൻപിലാണ്. ഏതാണ്ട് 9.05%. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ 2.3 ഗുജറാത്തിലൊക്കെ 0.53% ഉള്ളൂ. മനസ്സിലായല്ലോ. പിന്നെ രണ്ടാം സ്ഥാനത്ത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഉൽപ്പാദനം വളരെ കുറവുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റുകളൊക്കെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ 9 മാസമായിട്ട് ഇത് പിന്നെ കേരളത്തിൽ വളരെ കൂടുതലാണ്. നഗരത്തിലും ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പണപ്പെരുപ്പം ഉള്ളത്. സെപ്റ്റംബറിൽ 9.94% 10.5% നിന്ന് കുറഞ്ഞ് 9.94% എന്നുള്ളൊരു വ്യത്യാസം, നേരിയ വ്യത്യാസക്കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അത്രയ്ക്ക് ശുഭകരമായിട്ടുള്ളൊരു അവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു വാർത്തയല്ല എന്നുള്ളതാണ്. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വിലയിലുണ്ടായ വർധനവ് അത് തീർച്ചയായിട്ടും ഇവിടെ ഉൽപ്പാദനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് താല്പര്യം കാണിക്കാത്തത്, ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ സൊല്യൂഷനൊന്നുമില്ല, മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഇതൊരു ശ്രമകരമായിട്ടുള്ളൊരു ഒരു അവസ്ഥയാണ്. കാരണം ഉൽപ്പാദനം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വളരെ ഈ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഗിമിക്സ് കൊണ്ടൊന്നും സമ്പദ് വ്യവസ്ഥയെ നമുക്ക് റിവൈവ് ചെയ്യാനോ പുനരുജ്ജീവിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മെച്ചപ്പെട്ട ഹെൽത്തി സ്റ്റേറ്റ് സംസ്ഥാനം എന്നല്ല, കണ്ടീഷൻ എന്നുള്ള അവസ്ഥ എന്നുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരു അവസ്ഥ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞ ഈ ഫാൽത്തു ഗിമിക്സ് കൊണ്ടൊന്നും നടക്കത്തില്ല. അതിന് നല്ല കൃത്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ ഉണ്ടാകണം, പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? നമുക്ക് അനുകൂലമല്ലാത്ത മേഖലകളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളെ കണ്ടുപിടിച്ച് കൂടുതൽ അതിന് പ്രാധാന്യം നൽകുകയും അതിന് സ്പേസ് നൽകുകയും അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്കോണമിയിൽ, അത് രാജ്യത്തായാലും സംസ്ഥാനങ്ങളിലൊക്കെ ആയാൽ തന്നെയും ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാൽ വ്യാവസായികവൽക്കരണം. അഗ്രികൾച്ചർ ഒരു സൈഡിലുണ്ട്, ആ മേഖലയിലുള്ള ഉൽപ്പാദനക്ഷമതയും കൂട്ടുക അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ
ഒരു സൊല്യൂഷൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഈ വിദേശത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫോറിൻ റെമിറ്റൻസിനെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫണ്ടിങ്, ലോൺ എടുത്ത് സംസ്ഥാനങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സിനെ ഫണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു എക്കോണമി അല്ല നമുക്കുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ലക്ഷണമാണ് ഈ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഒരു 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 ഫേസ് ആണ്, എന്താണ് ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഗവൺമെൻറ്, നമുക്കറിയാം ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്നവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയുള്ള ചില ഗിമിക്സ് കാലാകാലങ്ങളിൽ കാണിക്കുവാനുള്ള ഒരു എന്താണ് പറയുന്നത്, ചില മാസ്റ്റർ പീസ് നയങ്ങൾ മാത്രമേ അവരുടെ പക്കലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക ദുരവസ്ഥയെ മാനേജ് ചെയ്ത് അതിനെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് ടാക്ടിക്സോ സ്ട്രാറ്റജീസോ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ടോപ്പിക് തൽക്കാലം നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി സൺഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.